ഡയബറ്റീസിൻ്റെയൊക്കെ അസുഖങ്ങൾ വീട്ടിലുള്ളവരുള്ളപ്പോൾ നമ്മളെല്ലാവർക്കും കൂടെ ഒരേപോലെ ശരിയാകുന്ന ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റെഡിയാക്കി എടുക്കുക നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നും. പക്ഷേ നമുക്ക് ഡയബറ്റീസിൻ്റെ അസുഖം ഉള്ളവർ വീട്ടിലുള്ളപ്പോൾ അവരെ രോഗികളാണെന്ന് ചിന്തിപ്പിക്കാതിരിക്കാൻ എല്ലാവർക്കും കൂടി ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഡയബറ്റീസുകാരോട് പറയുക ഓട്സ് കാച്ചി കൊടുക്കലാണ് നമ്മുടെ പതിവ്. അല്ലെങ്കിൽ അവരോട് പറയുക ഓട്സ് കാച്ചി കുടിക്കാൻ. പക്ഷേ അതൊരു കഷ്ടമാണ്. അവർക്ക് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോട്ടീനും കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വരുമ്പോഴാണ് എന്നെ വല്ലാതെ അപ്സെറ്റാക്കിയത്. ഓട്സ് ശരിയാക്കാൻ ഞാൻ എടുത്തു വെച്ചു. പക്ഷേ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. എന്തെങ്കിലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കിയാലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനും സാധാരണക്കാരായാലും അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഊർജ്ജം കിട്ടണ്ടേ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പെട്ടെന്ന് പുട്ട് ശരിയാക്കാം, പയറുകറി ശരിയാക്കാം. ഞാൻ ആദ്യം കരുതിയത് പയറ് പുഴുങ്ങിയെടുക്കാമെന്നായിരുന്നു. പുട്ടിൻ്റെ കൂടെ പയറ് പുഴുങ്ങിയതാണല്ലോ നമ്മൾ മുമ്പ് തൊട്ടേ കഴിച്ചിട്ടുള്ളത്. പുഴുങ്ങാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുട്ടിൻ്റെ കൂടെ നനവുള്ളത് എന്തെങ്കിലും വേണം. അപ്പോൾ അത് പയറ് പുഴുങ്ങിയെടുക്കാതെ ആ പുഴുങ്ങിയ പയറിനെ കറിയാക്കിയ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങ എടുത്തു, അതിൻ്റെ അതിൽ അല്പം ജീരകവും വെളുത്തുള്ളി ഇട്ടു. അതിനെ ഞാൻ അരപ്പാക്കി റെഡിയാക്കി വെച്ചു. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, അല്പം ജീരകം, വെളുത്തുള്ളി, ഒരു ചെറിയ ചുവന്നുള്ളി, അല്പം കറിവേപ്പില. പുട്ട് ശരിയാക്കാനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തത് കുറച്ച് ഓട്സ് എടുത്തു, കുറച്ച് ഉണങ്ങലരി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയരി, കഞ്ഞി വെക്കാൻ വയ്ക്കുന്ന പൊടിയരിയില്ലേ, അതെടുത്ത് വൃത്തിയാക്കിയിട്ട് അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിനെ ഞാൻ വറുത്തെടുത്തു. ആ പൊടിയെ മിക്സ് ചെയ്തിട്ട് പുട്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തതാണിത്. ഓട്സ് ഒക്കെ കഞ്ഞിയാക്കി കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും രാവിലെ ഉണർന്ന് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പുട്ട് റെഡിയായി. അടുത്തത് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാനായാലും നമ്മൾ നല്ല വേറെ ഒരു ആവശ്യത്തിന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം അവരുടെ ശരീരത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പയറ് കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യത്തെ പുട്ട് ശരിയായിട്ടുണ്ട്. ഈ പുട്ടിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുട്ട്. പ്രത്യേകിച്ചും ഈ അരിയുടെ നമ്മൾ നെല്ല് കുത്തി എടുത്ത് പൊടിച്ചെടുത്ത അരിയല്ലേ, അതിൻ്റെ ആ തവിടും എല്ലാം കൂടി ആകുമ്പോൾ ഞാനിപ്പോൾ ഈ പുട്ടിനെ പുറത്തേക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് പുട്ട്. ഇനി അടുത്ത പുട്ട് റെഡിയാക്കാനായിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തു. അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ അത് കഷ്ണിച്ചെടുക്കുക. എന്നിട്ട് പുട്ട് റെഡിയാക്കാനായിട്ട് അല്പം തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക. ഈ മാവിട്ട് കൊടുക്കുക, പുട്ടിൻ്റെ പൊടി. അതിലേക്ക് ഈ സംഭവം കൂടി കുറച്ചിട്ട് കൊടുക്കുക. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വിടാം. അതല്ല ഇടയ്ക്കിടയ്ക്കാണ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിടുമ്പോൾ കുറച്ചും കൂടി ആ മാവിന് നമുക്കൊരു മയം കിട്ടും. ഇതാ ഇങ്ങനെ പുട്ട് ശരിയാക്കി എടുക്കാനുണ്ടല്ലോ, പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നവരും കഴിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പയറുകറി കഴിക്കുമ്പോൾ ഒരല്പം ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അല്പം നെയ്യാണ് ചേർക്കുന്നത് കടുക് വറക്കാനായിട്ട്. കടുക് പൊട്ടി അല്പം കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് 2 ഉണങ്ങിയ മുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു അല്പസമയം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് പപ്പടം ശരിയാക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം വേണമെന്നൊന്നുമില്ല കേട്ടോ. പപ്പടം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ശരിയാക്കിയതാണ്. ഇത് കണ്ട എന്ത് നല്ല പുട്ടാണെന്നൊക്കെ. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. 2 പപ്പടം അതിൽ വയ്ക്കുക, കുറച്ച് പയറ് കറിയും കൂടി ഒഴിക്കുക. ഈ പയറ് കറിയോടൊപ്പം കഴിച്ചാൽ പിന്നെ ഉച്ച വരെ വിശക്കത്തതേയില്ല. നല്ല സൂപ്പർ പയറ് കറി. ഇതാണ് ഇന്നത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. ഡയബറ്റീസിൻ്റെയൊക്കെ അസുഖങ്ങളുള്ളവർക്ക് ശരിയാക്കിയ പുട്ട്. ഇപ്പോൾ 2 രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയാക്കാം, വളരെ എളുപ്പം ശരിയാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ശരിയാക്കി കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.